Good morning, all. Good morning, Miss. Ma'am. Good morning. Good morning, Miss. Good morning. Good morning. How are you all? Fine, ma'am. Fine, ma'am. Fine, ma'am. Yeah. Fine, ma'am. Good morning, ma'am. Good morning. Fine. Okay. Hope you all doing well. Okay. Benanda, have you had your breakfast? Yes, ma'am. Yes. Yes, ma'am. Yes. Okay. Yes. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഏതായിരുന്നു? Relative pronoun. റിലേറ്റീവ് പ്രോണോണോ? പ്രോണോൺ കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. കഴിഞ്ഞു. എങ്ങനെയാ നോട്ടൊക്കെ കിട്ടിയില്ലേ? ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോണോൺ കഴിഞ്ഞില്ലേ നിങ്ങക്ക്? കഴിഞ്ഞല്ലോ അല്ലേ? പറയൂ. പ്രോണൗൺ കഴിഞ്ഞു. റിലേറ്റീവ് പ്രോണൗൺ ഫുൾ പ്രോണൗൺസിന്റെ മൊത്തം കഴിഞ്ഞു മിസ്. എന്നിട്ട് പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരുന്നു തന്നിരുന്നു. അതെ. ഓക്കെ. മോക്ക് ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞായിരുന്നോ? ചെയ്തിരുന്നോ? യെസ് മാം, ചെയ്തു. എങ്ങനെയുണ്ടായിരുന്നു? കുറച്ചൊരു 20 എണ്ണം തന്നതിൽ ഒരു 16 ഒക്കെ ശരിയായിട്ടുണ്ടായിരുന്നു തനിയെ ചെയ്തപ്പോ. അത് കഴിഞ്ഞിട്ടാണ് ആൻസർ നോക്കിയത്. അപ്പൊ ക്ലിയർ ആയോ? മനസ്സിലായോ? ഇപ്പോ ക്ലിയർ ആയി വരുന്നു മാം. വരുന്നു. ഡൗട്ട് ഇനിയും ഉണ്ടോ? ഇപ്പോ ചില സമയങ്ങളിൽ നോക്കുമ്പോ കിട്ടുന്നില്ല. Then വേറെ ആരെങ്കിലും ചെയ്തിരുന്നോ? മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്തിരുന്നോ എല്ലാവരും? യെസ് മാം, ചെയ്തിരുന്നു. ചെയ്തിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു? കുറച്ചൊക്കെ തനിയെ ചെയ്തു, പിന്നെ കുറച്ച് ആൻസർ ചെക്ക് ചെയ്തു. മനസ്സിലായോ? പ്രോണോൺ എന്താണെന്ന് മനസ്സിലായോ? ഇപ്പോ കുറച്ച് മനസ്സിലായില്ല. കുറച്ച് മനസ്സിലായുള്ളൂ. മനസ്സിലായിട്ടുണ്ട് മാം. ചില സമയങ്ങളിൽ കൺഫ്യൂഷൻ ആവാറുണ്ട്. ആണല്ലേ? അപ്പോ പഠിക്കാൻ നോക്കാം മാക്സിമം. ഓക്കെ. യെസ് മാം, ട്രൈ ചെയ്തോളാം. ട്രൈ ചെയ്യാം. സെൽഫ് ആണ് ട്രൈ ചെയ്താലേ അത് ഇംഗ്ലീഷ് കുറച്ചുകൂടെ മനസ്സിലാവുള്ളൂ. ഓക്കെ. അപ്പോ എല്ലാവരും റെഡിയാണോ? യെസ് മാം, റെഡി. Ready for the class. Okay. Then yeah. The topic is എന്താ? Verb ആണ്. Okay, today's topic verb. എന്താണ് verb എന്നാണ്? What is verb? Anyone can say that? ക്രിയ. ക്രിയ. Yeah, verb. എല്ലാവർക്കും verb എന്താണെന്ന് അറിയാം അല്ലേ? സിമ്പിൾ അല്ലേ verb? അല്ലേ? Okay. സ്റ്റാർട്ട് ചെയ്താലോ? യെസ് മാം. ആക്റ്റീവ് അല്ലേ എല്ലാവരും? ബ്രേക്ക്ഫാസ്റ്റ് ഓക്കെ. അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. എല്ലാവരും മ്യൂട്ട് ചെയ്യാ. ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ. അപർണ മ്യൂട്ട് ചെയ്യൂ. ഓക്കെ. verb എന്താണ്? verb മീൻസ് ഒരു ക്രിയ അല്ലെ? ഒരു പ്രവൃത്തിയാണ് നമ്മൾ എന്താ verb എന്ന് പറയുന്നത് അല്ലെ? ഓക്കെ. verb എന്ന് പറഞ്ഞാല് ആക്ഷൻ verb ഉണ്ട്, സ്റ്റേറ്റ് ഓഫ് ബീയിങ് ഉണ്ട്. ഈ ആക്ഷൻ verb എന്താണ്? ആക്ഷൻ verb എന്താണ്? ഒരു ആരെങ്കിലും ഒരു പ്രവൃത്തി അല്ലെ, ഒരു ആക്ഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ എന്താണ്? ആക്ഷൻ verb ആണ് അല്ലെ? സ്റ്റേറ്റ് ഓഫ് ബീയിങ്ങോ അതൊരു സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും.
ഓക്കെ, ആക്ഷൻസ് എന്താണ്? ഡാൻസ് ചെയ്യുക അല്ലെ, ഡാൻസ്, നടക്കുക, ഓടുക, ചാടുക അല്ലെ, അതൊക്കെ എന്താണ്? ഒരു പ്രവൃത്തിയാണ് അല്ലെ, അവിടെ ഒരു ആക്ഷൻ ഉണ്ട് അല്ലേ, അല്ലെ, അവര് ആക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ, അതൊക്കെ എന്താണ്? ആക്ഷൻ വേർബ് ആണെന്ന് പറയാം. ഓക്കെ, സ്റ്റേറ്റ് ഓഫ് ബീങ് എന്താണ്? അതൊരു സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും അല്ലെ. ഹീസ് ഹംഗ്രി, കണ്ടോ, ഹീസ് ഹംഗ്രി എന്ന് പറയുമ്പോൾ അവിടെ ആക്ഷൻ ഉണ്ടോ? ഇല്ല, ദർ ഇസ് ആക്ഷൻ അല്ലെ. അപ്പൊ എന്താണ് അത്? കോൾഡ് സ്റ്റേറ്റ് വേർബ് അല്ലെ, സ്റ്റേറ്റ് വേർബ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഫ് ബീങ് എന്നൊക്കെ പറയാം. ഓക്കെ, ആക്ഷൻ വേർബിന് എക്സാമ്പിൾ നോക്കിയേ. ഷീസ് ഡാൻസിങ് അല്ലെ, ഷീസ് ഡാൻസിങ് എന്ന് പറയുമ്പോ എന്താണത്? അവള് ഡാൻസ് കളിക്കുകയാണ് അല്ലെ. അപ്പൊ ഈ ഡാൻസ് കളിക്കുക എന്ന് പറയുന്നത് ഒരു ആക്ഷൻ ആണ്, അതൊരു പ്രവൃത്തിയാണ് അല്ലെ. അപ്പോ ഈ സെന്റൻസ് എന്താണ്? അത് ആക്ഷൻ വേർബ് ആണെന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് വായിക്കൂ. എനിവൺ? She is eating lunch. യാ, അവിടെ ഏതാണ് ആക്ഷൻ വേർബ്? എന്താണ്? Eating. യാ, ഈറ്റിംഗ് ആണ് ഇവിടെ ആക്ഷൻ വേർബ്. ഓക്കെ, നെക്സ്റ്റ് വൺ. He is teaching the student. യാ, അല്ലെ, ടീച്ചിങ് ആണ് ആക്ഷൻ. ഓക്കെ, then Birds fly in the sky. Birds fly an action. yeah, then Fish swim in water. Swim ആണ് action. action verb. Okay, then next one. Squirrel eat nuts. and eat ആണ് ആക്ഷൻ വരുന്നത്. Yeah, അപ്പൊ ആക്ഷൻ വേർബ് എന്താണെന്ന് മനസ്സിലായില്ല എല്ലാവർക്കും അല്ലേ? ഒരു എക്സാമ്പിൾ പറഞ്ഞ എല്ലാവരും. ഇപ്പൊ നിങ്ങൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? She is writing. Writing. ഓക്കെ, one more example. Playing. Yeah, playing. Studying. She is teaching. സ്റ്റഡിയിങ്ങിന് ആക്ഷൻ ഇല്ല. പഠിക്കുക. Listening. ലിസണിങ്ങിലും ആക്ഷൻ ഇല്ലല്ലോ, ശ്രദ്ധിച്ചിരിക്കുകയല്ലേ? എനി ആക്ഷൻസ്? യാ, റൈറ്റിംഗ് ആക്ഷൻ ആണ്. ദെൻ Speaking. യാ, സ്പീക്കിംഗ് ആക്ഷൻ ആണ്. Running. അപ്പൊ വാച്ചിങ് എന്ന് പറയുമ്പോൾ ആക്ഷൻ അല്ലേ? യാ, വാക്കിംഗ് ഓൾസോ ആക്ഷൻ വേർബ്. വാച്ചിങ് ആക്ഷൻ ആണോ? There is no action അല്ലേ, അവിടെ ആക്ഷൻ ഒന്നുമില്ലല്ലോ അല്ലേ? Flying. Reading action അല്ലേ ടീച്ചർ? റീഡിങ്ങും ആക്ഷൻ, പക്ഷെ ആക്ഷൻ ഇല്ലല്ലോ. സ്ലീപ്പിംഗ് ഇപ്പൊ ഒരു ആക്ഷൻ ആണോ? Running action ആണ്. യാ, റണ്ണിങ് ആക്ഷൻ അല്ലേ? ആക്ഷൻ എന്ന് വെച്ചാൽ ഒരു പ്രവൃത്തി അല്ലേ, ഒരു പ്രവൃത്തി അല്ലേ ഇവിടെ ചെയ്യാ അല്ലേ? കുക്കിംഗ്, യാ, കുക്കിംഗ് ഈസ് ആൻ ആക്ഷൻ വേർബ് എന്ന് പറയാം. Flying. ഫ്രൈയിങ്, യാ. ജമ്പിങ്. യാ. Painting. Painting is an action verb. Then Cleaning. Washing. washing on. Sorry, clear അല്ല. Drawing, running, okay. അപ്പൊ ആക്ഷൻ വേർബ് എന്താണെന്ന് ഇപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയില്ലേ? ഇനി നെക്സ്റ്റ് ഒരു അടുത്ത വേർബ് നോക്കിയേ, സ്റ്റേറ്റ് ഓഫ് ബീങ് അല്ലെ. സ്റ്റേറ്റ് ഓഫ് ബീങ് അല്ലെങ്കിൽ സ്റ്റേറ്റ് വേർബ് എന്ന് പറയാം അല്ലെ. റാം ഇസ് എ ബോയ്, അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ. അവരൊരു ആൺകുട്ടിയാണ്. There is no action അല്ലെ. ആ സെന്റൻസിൽ എന്തെങ്കിലും ആക്ഷൻ ഉണ്ടോ? ഇല്ല. ആ, അപ്പൊ എന്താണ്? അതൊരു ആക്ഷൻ വേർബ് ആണ്, സോറി സ്റ്റേറ്റ് വേർബ് ആണ് അല്ലെ. There is no action പറയുന്നത് എന്താ? റാം ഇസ് എ ബോയ്. Okay, that's a statement. Okay, he's hungry എന്ന് പറയുന്നത് ഒരു സിറ്റുവേഷൻ ആണ് അല്ലെ, ഒരു അവസ്ഥയാണ് അല്ലെ. ഹംഗ്രി, ഹീസ് ഹംഗ്രി എന്ന് പറയുന്നത് അവിടെയും ഒരു ആക്ഷൻ ഇല്ല അല്ലെ, ജസ്റ്റ് ഒരു ഫീലിങ്സോ സിറ്റുവേഷനോ അല്ലെ ആണെന്ന് പറയാം. അതൊക്കെ എന്താണ്? സ്റ്റേറ്റ് വേർബ് ആണ്. ഓക്കെ,
The sun is shining brightly. ഷൈൻ ചെയ്യുക, തിളങ്ങുക. അതും അവിടെ ആക്ഷൻ ഉണ്ടോ? ഇല്ല അല്ലെ? അതും എന്താണ്? ഒരു സ്റ്റേറ്റ് വേർബ് ആണ്. I am tired. ഞാൻ അവശയാണ്. അതും എന്താണ്? ഒരു സ്റ്റേറ്റ് വേർബ് ആണ്. ഓക്കെ. അപ്പോ അടുത്ത വേറൊരു എക്സാമ്പിൾ ആയിട്ട് പറയൂ. സ്ലീപ്പിംഗ് അപ്പൊ സ്റ്റേറ്റ് വെർബ് അല്ലേ ടീച്ചർ? സ്ലീപ്പിംഗ് സ്റ്റേറ്റ് വേർബ് ആണ്. There is no action. Accident. എന്തോ? Accident. ആക്സിഡന്റോ? ഉം. ആക്സിഡന്റോ? ആക്സിഡന്റ് ഇപ്പൊ എന്ത് വേർബാ? ആക്ഷൻ ഉണ്ടെന്ന് പറയാം. ആക്സിഡന്റ് എന്ന് പറയുമ്പോൾ ആക്ഷൻ ഇല്ലേ? ആക്സിഡന്റ് പറ്റി അല്ലേ? I am happy. Yeah, happy. Yeah. So also a state verb ആണത്. ഞാൻ ഹാപ്പിയാണ്. I feel happy. അല്ലേ? Then പറയൂ. ഹാപ്പി പറയുന്ന പോലെ നമുക്ക് എന്ത് പറയാം? I feel sad പറയാം അല്ലേ? I feel sad. അതെന്താണ്? സ്റ്റേറ്റ് വേർബ് ആണ്. I crying എന്ന് പറയുന്ന ഒരു ആക്ഷൻ അല്ലേ? അല്ലെ? ക്രൈയിങ് എന്ന് പറയുന്ന ആക്ഷൻ ആണ്. സാഡ് അവിടെ എന്താ? സ്റ്റേറ്റ് വേർബ് ആയിട്ട് വരാം. Then I have a new phone എന്ന് പറയാം അല്ലെ? I hate you, I love you. ഇതൊക്കെ എന്താണ്? സ്റ്റേറ്റ് വേർബ് ആണ് അല്ലെ? I like you. The dog is brown. The dogന്റെ കളറ് ബ്രൗൺ ആണെന്നാണ് പറയുന്നത് അല്ലെ? അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. The dog is color black എന്ന് പറയാം അല്ലെ? വൈറ്റ് എന്ന് പറയാം. അതൊക്കെ ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലേ? അപ്പോ സ്റ്റേറ്റ് വേർബും ആക്ഷൻ വേർബും എല്ലാവർക്കും മനസ്സിലായോ? Yes, ma'am. എക്സാമ്പിൾസ് വേണോ? വേണം. വേണം. ഇപ്പൊ ഞാൻ പറഞ്ഞു തന്നെ എഴുതിക്കോളൂ. അപ്പോ ആക്ഷൻ വേർബ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായ രീതിയിൽ നിങ്ങൾ എഴുതിയെടുക്കുക. ആക്ഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് ആക്ഷൻ വേർബ് എന്ന് പറയുന്നു. സ്റ്റേറ്റ് വേർബിന് എന്താ പറയാ? അതൊരു സ്റ്റേറ്റ്മെന്റ് ആയിരിക്കാം. ചിലപ്പോ മേ ബി ഒരു സിറ്റുവേഷൻ ആയിരിക്കാം, ജസ്റ്റ് ഒരു ഫീലിങ്സ് ആയിരിക്കാം അല്ലെ? അതൊക്കെ എന്താണ്? സ്റ്റേറ്റ് വേർബ് ആണ്. എല്ലാവരും നോട്ട് എടുക്കുക. Take your note and like now write down what you understand. ഏതാ? ഓക്കെ. എക്സാമ്പിൾ പറയട്ടെ. Yes, ma'am. പറഞ്ഞോളൂ. ആക്ഷൻ വേർബിനെ വേണോ അപ്പോ? വേണം. മാം, ആക്ഷൻ വെർബും അതുപോലെ തന്നെ സ്റ്റേറ്റ് വെർബും കൂടെ ഒരുമിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾ അതിൽ ഏതാന്ന് പറയായിരുന്നു. അത് ഓക്കെ. അത് എന്തായാലും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട് ഞാൻ ഇടുന്നുണ്ട്. ലാസ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും എന്തായാലും. ഓക്കെ. അപ്പൊ അത് മനസ്സിലാവും. കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. മേഡം അതൊന്നും കൂടി പറയോ? കോളപ്പൊ കട്ടായി പോയി. ഏതാ പറയണ്ടേ? ആക്ഷൻ വെർബും സ്റ്റേറ്റ്മെന്റ് വെർബും. ആക്ഷൻ വേർബ് എന്ന് പറയുന്നത് അവിടെ ആ സെന്റൻസിലോ ഇതിൽ ആക്ഷൻ ഉണ്ടാകും. ഒരു പ്രവൃത്തി, ആരെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുന്നുണ്ടാകും. അതാണ് ആക്ഷൻ വേർബ് എന്ന് പറയുന്നത്. സ്റ്റേറ്റ് വേർബ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു പ്രവൃത്തിയോ ഒന്നും ഉണ്ടാവില്ല. അതാണ് സ്റ്റേറ്റ് വേർബ് എന്ന് പറയുന്നത്. ഓക്കെ. ഓക്കെ. വാച്ചിങ് ആക്ഷൻ വേർബ് ആണേ. എനിക്ക് മിസ്റ്റേക്ക് പറ്റിയതാണ്, സോറി. വാച്ചിങ് ആക്ഷൻ വേർബിൽ വരും. ഓക്കെ, നിങ്ങൾ എഴുതിക്കോളൂ. He watched the championship game. He watched കാണുക. He watched the championship game. അല്ലെങ്കിൽ എന്തെങ്കിലും ഫുട്ബോളോ അങ്ങനെ എന്തെങ്കിലും എഴുതിയാലും മതി. ഓക്കെ, he watched the football game എന്നോ എന്ത് എഴുതാം? championship game.
he watched the championship game. Watched, WATCHED. Championship, CHAMPIONSHIP. കഴിഞ്ഞോ? Yes, ma'am. We went പോവുക. Went, WENT, went. We went for a cycle ride on Sunday. Cycle ride on Sunday. ഇവിടെ ഏതാണ് ആക്ഷൻ വന്നേ? Right. Ride. റൈഡ് ആണ്. Yeah. Do not jump on the couch. Do not jump on the couch. Do not jump on the couch. 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 മിസ് വാച്ച്ഡ് എന്ന് പറയുന്നത് ആക്ഷൻ വെർബാ? ആക്ഷൻ verb ആണ്. ഓക്കെ. എക്സാമ്പിൾ തന്നെ എന്നൊരു ഡൗട്ട് പിന്നെയും വരും. ഓക്കെ. ഇതിൽ ആക്ഷൻ വെർബ് എന്ന് പറയുമ്പോൾ ജമ്പ് അല്ലേ? യാ, ജമ്പ് ആണ്. ആക്ഷൻ വെർബിന്റെ അടിയിൽ വേണമെങ്കിൽ അണ്ടർലൈൻ ചെയ്തോളൂ. What do you like to drink? What do you like to drink? What do you like to drink? ഡ്രിങ്ക് അല്ലേ മാം? യാ, ഡ്രിങ്ക് എന്ന് പറയുന്നത് ആക്ഷൻ വെർബ് ആണ്. Sam works. Sam works at the fire station. Sam works at the fire station. ഇതൊരു സ്റ്റേറ്റ്മെന്റ് അല്ലേ? Work ആണല്ലോ ma'am. Action verb. യാ, വർക്ക് എന്ന് പറയുമ്പോൾ ആക്ഷൻ വെർബ് ആണ്. നിങ്ങൾക്ക് ഡൗട്ട് വരുന്നതാണ് ഞാനിവിടെ എക്സാമ്പിൾ ആയിട്ട് തരുന്നത്. ഓക്കെ. She ran to catch the bus. She ran to catch the bus. She ran to എന്താ മേഡം ബാക്കി? She ran to catch ചെയ്യുക, പിടിക്കുക. She ക്യാച്ച് അല്ലേ action? yeah, ഇതില് ran അല്ലേ? റാൻ ആണോ? yeah, ran ആണ്. Ran ആണല്ലോ. ക്യാച്ച് അല്ലേ മിസ് അപ്പൊ ആക്ഷൻ വേർഡ്? ക്യാച്ച് എന്ന് പറയുമ്പോൾ അത് ബസ്സിനെ നമുക്ക് പിടിക്കാൻ പറ്റില്ലല്ലോ. അത് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ് ഇവിടെ? അവള് ബസ്സിൽ കയറാൻ വേണ്ടി ഓടി. റണ്ണിങ് ആണല്ലോ ഉദ്ദേശിക്കുന്നത്. അവിടെ റണ്ണിങ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ എന്താ ക്യാച്ച് എന്ന് പറയുന്നത്? ബസ് കിട്ടാൻ വേണ്ടി അല്ലെ, ബസ്സിൽ കയറാൻ വേണ്ടി അവൾ ഓടി എന്നാ പറയാ അല്ലെ?
അല്ലാതെ ഇപ്പോ ഷീ ക്യാച്ച് ദ ബോൾ എന്നാണ് പറയുന്നതെങ്കിൽ അവിടെ ക്യാച്ച് എന്ന് പറയുന്നത് ഒരു ആക്ഷൻ ആയിട്ട് വരും. ഓക്കെ, മനസ്സിലായോ അത്? മനസ്സിലായോ? യെസ് മാം. Yes, ma'am. മനസ്സിലായി. Yes, ma'am. ഓക്കെ. ഓക്കെ, ക്ലിയർ ആയോ? മതിയില്ലേ? എക്സാമ്പിൾ ഇത്ര മതിയില്ലേ? യെസ് മാം. അപ്പൊ ഡോർ ക്ലോസ് ചെയ്യുക, ഇതൊക്കെ എന്താണ്? ആക്ഷൻ വേർബ് ആണ്. ഓക്കെ, ഡോർ ക്ലോസ് ചെയ്യുക. ഷീ ക്ലോസ്ഡ് ദ ഡോർ എന്നൊക്കെ പറയില്ലേ, അതൊക്കെ ആക്ഷൻ വേർബ് ആണ്. ക്ലോസ് ചെയ്യുക, എന്ത് ചെയ്യുന്നു അത് എന്താണ്? ആക്ഷൻ വേർബ് ആണ്. മനസ്സിലായില്ലേ? ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഇനി ഡൗട്ട് ഉണ്ടോ? Ma'am. ഇല്ല മാം, ക്ലിയർ ആയി. ക്ലിയർ ആയി? സ്റ്റേറ്റ് Yes. വെർബിന്റെ ആക്ഷൻ വേർബ് മനസ്സിലായില്ലേ? യെസ് മാം, ആക്ഷൻ വെർബ് മനസ്സിലായി. ഓക്കെ, ദാറ്റ്സ് ക്ലിയർ. നെക്സ്റ്റ് സ്റ്റേറ്റ് വേർബ് നോക്കാം. I have a new phone. I have a new phone. എന്താണ്? എനിക്ക് ഒരു പുതിയ ഫോൺ ഉണ്ട് അല്ലേ? അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്, അത് സ്റ്റേറ്റ് വേർബ് ആണ്. അതിലെന്താ ന്യൂ ആണോ മേ? എന്തോ? ന്യൂ ആണോ സ്റ്റേറ്റ്മെന്റ്? ഇനി അങ്ങനില്ല ഇവിടെ. ഇത് ആ സെന്റൻസ് കണ്ടാലും നിങ്ങൾക്ക് അതിൽ ആക്ഷൻ ഒന്നും തോന്നുന്നില്ലല്ലോ. ആ സെന്റൻസ് ഇപ്പോ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ വരാം, ഇതേപോലെ 2-3 സെന്റൻസ് തരും. ഇതിൽ ആക്ഷൻ വേർബ് ഏതാന്നേ ചോദിക്കുള്ളൂ. ആക്ഷൻ വേർബ് മീൻസ് ഏത് സെന്റൻസ് ആണ് എന്നാ ചോദിക്കുക ആൻസർ. അപ്പൊ ആ സെന്റൻസിൽ നോക്കാം, അതിൽ ആക്ഷൻ വേർബ് ഉണ്ടെങ്കിൽ ആ സെന്റൻസ് ആണ് എന്ത്? ആക്ഷൻ വേർബ് എന്ന് പറയുമ്പോ ആ ക്വസ്റ്റിന്റെ ആൻസർ ആ സെന്റൻസ് ആയിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? ഓക്കെ, നിങ്ങളൊരു കാര്യം ചെയ്യും, ഒരു ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. Identify the action verb. Mute you. Mute yourself. Yeah. Identify the action verb. Example. Option A. I don't believe you. I don't believe you. I don't believe you. I don't believe you. B-E-L-I-E-V-E. Believe you. Are you feel happy today? Are you feel happy today? Are you feel happy today? He know the answer. He know the answer. He know the answer. He knows the answer. She is singing a song. She is singing a song. She sings a song. Sorry, she sings a song. She sings a song. ലാസ്റ്റത്തിലെ she sings a ഡി ഹി സിംഗ് എ സോങ്. Okay. He knows the answer ആണ് മാം ഇതിന്റെ സ്റ്റേറ്റ് വെർബ്.
ബാക്കിയൊക്കെ സ്റ്റേറ്റ് വെർബ് അല്ലേ? യാ, ബാക്കി എല്ലാം സ്റ്റേറ്റ് വേർബ് ആണ്. ലാസ്റ്റ് വൺ മാത്രമാണ് ഇവിടെ എന്താണ് ആക്ഷൻ വേർബ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിന്റെ ആൻസർ എഴുതാ? ഐഡന്റിഫൈ ദ ആക്ഷൻ വേർബ് എന്ന് പറയുമ്പോൾ ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? ഓപ്ഷൻ ഡി. ഡി എഴുതാ. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ വരാം. ഓക്കെ, ഓക്കെ മാം. അപ്പൊ സ്റ്റേറ്റ് വേർബ് എന്താണെന്നും ആക്ഷൻ വേർബ് എന്താണെന്നും മനസ്സിലാക്കിയാൽ മാത്രം മതി. അപ്പൊ ആൻസർ എഴുതാൻ പറ്റും. ക്ലിയർ ആയില്ലേ? ഇനി ഡൗട്ട് ഉണ്ടോ? No, ma'am. ഇല്ല. No. ഇല്ല. അപ്പൊ സ്റ്റേറ്റ് വേർബിന് എക്സാമ്പിളിന് വേണോ? മനസ്സിലായോ? മനസ്സിലായി മാം. സ്റ്റേറ്റ് വേർബ് എപ്പോഴും അതിലെ മനസ്സിലാക്കുക, ആക്ഷൻ ഒന്നും ഉണ്ടാവില്ല. അതൊരു ഫീലിംഗ് ആയിരിക്കും. ചിലപ്പോ അതൊരു ഫീലിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു തോട്ട് ആയിരിക്കും, ചിന്തിക്കുന്നതായിരിക്കും. ഓക്കെ, അതൊക്കെ എന്താണ്? ഒരു സ്റ്റേറ്റ് വേർബ് ആണ്. ഐ അണ്ടർസ്റ്റാൻഡ്, ഐ ഹാവ് എ ന്യൂ ഫോൺ, ഐ ഹേറ്റ് യു, ഐ വാണ്ട് എ ന്യൂ ജോബ് എന്നൊക്കെ പറയുന്നതിലൊക്കെ ആക്ഷൻ ഉണ്ടോ? ഇല്ല. യാ, അപ്പൊ അതൊക്കെയാണ് സ്റ്റേറ്റ് വേർബ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയില്ലേ? യെസ് മാം, ക്ലിയർ ആയിട്ട്. അപ്പൊ അടുത്തതിലേക്ക് പോവാം നമുക്ക്. ഓക്കെ മാം, നെക്സ്റ്റ് പോവാം. ഓക്കെ, ആർക്കും ഡൗട്ട് ഇല്ലല്ലോ? ക്ലിയർ അല്ലേ? എല്ലാരും കൂടെ ചോദിക്കണേ, ഡൗട്ട് ഉണ്ടോ? No, ma'am. ക്ലിയർ ആണ്. ക്ലിയർ ആണ്. ഓക്കെ, ഓക്കെ, ക്ലിയർ. അപ്പോ അടുത്തത് മെയിൻ വേർബ് ആണ്. നോക്കി, ഇവിടെ ആക്ഷൻ വേർബ് കഴിഞ്ഞു, സ്റ്റേറ്റ് വേർബ് കഴിഞ്ഞു. ഇനി ഇവിടെ നോക്കൂ, മെയിൻ വേർബ് ആണ് അല്ലെ? മെയിൻ വേർബ് എന്ന് പറയുന്നത് ആക്ഷൻ വേർബും ഒക്കെ സെയിം ആണ്. ഓക്കെ, അപ്പൊ അത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്സിലറി വേർബ് അല്ലെ? ഓക്സിലറി വേർബ് എന്താണെന്ന് നമുക്ക് അടുത്ത് നോക്കാം. ദെൻ ട്രാൻസിറ്റീവ് വേർബും ഇൻട്രാൻസിറ്റീവ് വേർബും ആണ് അല്ലെ? നോക്കൂ, എന്താണ് ട്രാൻസിറ്റീവ് വേർബ് എന്ന് പറയുന്നത്? ട്രാൻസിറ്റീവ് വേർബ് ഓൾവേസ് ടേക്സ് ആൻ ഒബ്ജക്ട് അല്ലെ? ഒരു സെന്റൻസ് കണ്ടാല് അതിൽ ഒബ്ജക്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെന്താണ്? ട്രാൻസിറ്റീവ് വേർബ് ആണ് നമുക്ക് പറയാം. ഓക്കെ, എഴുതിക്കോളൂ, 2 എക്സാമ്പിൾ എഴുതിക്കോളൂ. മാം ഒന്നുകൂടെ പറയൂ. ട്രാൻസിറ്റീവ് വെർബ് പറയാം, ഒരു പറയാം. എഴുതൂ, 2 എക്സാമ്പിൾ എഴുതൂ. I closed the door. I closed the door. I closed the door. I closed the door. Next one. I was sleeping. I was sleeping. I was sleeping. Third one. I forgot my book. I forgot my book. I forgot my book. I forgot. F-O-R-G-O-T. I forgot my book. Okay. Then next one, the dog barks. Barkia, correctuga, barks. B-E-R-K-S, barks. The dog barks aloud. The dog barks aloud. എഴുതിയോ? യെസ് മാം, എഴുതി. ഇത്
ഇതില് ട്രാൻസിറ്റീവ് വെർബും ഉണ്ട്, ഇൻട്രാൻസിറ്റീവ് വെർബും ഉണ്ട്. നിങ്ങളിപ്പോ 4 സെന്റൻസ് എഴുതിയതില് ട്രാൻസിറ്റീവ് വെർബും ഉണ്ട്, ഇൻട്രാൻസിറ്റീവ് വെർബും ഉണ്ട്. എല്ലാവരും നോക്കുക. ട്രാൻസിറ്റീവ് വെർബ് എന്ന് പറയുന്നത് സെന്റൻസിൽ ഒബ്ജക്റ്റ് ഉണ്ടാകും. ഓക്കെ, ആ സെന്റൻസിൽ എവിടെയെങ്കിലും ഒബ്ജക്റ്റ് ഉണ്ടാകും? ഒബ്ജക്റ്റ് ഉണ്ടോ? ഫസ്റ്റിലും തേർഡിലും പറയൂ, ഒരാള് പറയൂ. ഫസ്റ്റിലും തേർഡിലും ഒബ്ജക്റ്റ് ഉണ്ട്, ഡോറും ബുക്കും. ഡോറും ബുക്കും അവിടെ ഒബ്ജക്റ്റ് ഉണ്ട്. അപ്പൊ അതാണ് എന്ത് ട്രാൻസിറ്റീവ് വെർബ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സെക്കൻഡ് വൺ ആൻഡ് തേർഡ് വൺ എന്തായിരിക്കും? ലാസ്റ്റ് വണ്ണോ ഏതോ രണ്ടെണ്ണം? സെക്കൻഡ് വൺ ആൻഡ് ലാസ്റ്റ് വൺ അല്ലേ? ആണോ? രണ്ടാമത് എഴുതിയതും ലാസ്റ്റ് എഴുതിയതും അവിടെ ഒബ്ജക്റ്റ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഒബ്ജക്റ്റ് No, ma'am. ഇല്ല അതിനകത്ത്. അപ്പൊ അതെന്താണ്? ഇൻട്രാൻസിറ്റീവ് വെർബ് ആണ്. ഓക്കെ, അപ്പൊ അതിന്റെ മേലെ ഇപ്പൊ നിങ്ങൾ എഴുതിയില്ലേ, അതിന്റെ മേലെ ക്വസ്റ്റ്യൻ എഴുതുക. ഐഡന്റിഫൈ ദ ട്രാൻസിറ്റീവ് വെർബ്. ഐഡന്റിഫൈ ദ ട്രാൻസിറ്റീവ് വെർബ് എന്നാണ് എന്റെ ക്വസ്റ്റ്യൻ എങ്കിൽ ഓപ്ഷൻ എ, ബി, സി, ഡി ഇതിൽ ഏതൊക്കെയാണ് ആൻസർ? ഏതാ? A and B. അല്ല, A and C. A and C. കറക്റ്റ്, എ ആൻഡ് സി ആണ് കറക്റ്റ് ആൻസർ. അപ്പൊ ട്രാൻസിറ്റീവ് വെർബ് എന്താണെന്ന്, ഇൻട്രാൻസിറ്റീവ് വെർബ് എന്താണെന്ന് മനസ്സിലായോ എല്ലാവർക്കും? മനസ്സിലായില്ലേ? മനസ്സിലായിട്ടുണ്ട്. മനസ്സിലായി. അപ്പോ എക്സാമ്പിൾ എഴുതിക്കോളൂ. ട്രാൻസിറ്റീവ് വെർബ് എക്സാമ്പിൾസ്. I caught the ball. Caught, പിടിക്കുക. Caught. I caught the ball. C-A-U-G-H-T. C-A-U-G-H-T. I caught the ball. I caught the ball. C-A-U-G-H-T. I caught the ball. ഇതെന്താണ്? ഇവിടെ ഒബ്ജക്റ്റ് ഏതാണ്? Ball. ക്യാച്ച്. ആരിന് ക്യാച്ച് പറഞ്ഞ ആള്? അത് വെർബല്ലേ? ഒബ്ജക്റ്റ് ഏതാണ്? ബോൾ ആണ്. Ball. Yeah, ball. Correct. Then she left. She left. L-E-F-T. L-E-F-T. She left. The keys on the table. The key, താക്കോൽ. The keys on the table. She left the keys on the table. She left the keys on the table. She left the keys on the table. Object ഉണ്ടോ? Keys. കീയും ടേബിളും ഒബ്ജക്റ്റ് അല്ലേ? ഒബ്ജക്റ്റ് അല്ലേ? ഒബ്ജക്റ്റ് അല്ലേ? ഒബ്ജക്റ്റ് ആണ്. അപ്പൊ എന്താണ്? ട്രാൻസിറ്റീവ് വെർബ് ആണ്. ക്ലിയർ? Yes, ma'am. Yes. Then next one എഴുതിക്കോളൂ. I play the piano. I play the piano. Piano ഒബ്ജക്റ്റ്. Yeah, piano object ആണ്. Okay. I made a cake. I made a cake. I made a cake. Cake ഒബ്ജക്റ്റ്. Cake ആണ് ഒബ്ജക്റ്റ്. His brother broke his mobile phone. His brother broke, പൊട്ടിക്കുക. Broke, B-R-O-K-E, broke his mobile phone. ഒബ്ജക്റ്റ് മൊബൈൽ ഫോൺ. Yeah, object mobile phone ആണ്.
ഓക്കെ, ക്ലിയർ ആയോ? യെസ് മാം, ക്ലിയർ ആയി. Yes, ma'am. Clear ആണ്. ഇപ്പൊ ഐ ലൈക്ക് ഐസ്ക്രീം എന്ന് പറയുകയാണെങ്കിലോ? ട്രാൻസിറ്റീവ് വെർബ് ആണ്, അതിൽ ഐസ്ക്രീം ഒബ്ജക്റ്റ് ആണ്. ഓക്കെ. അപ്പൊ ഐ ലൈക്ക് ഐസ്ക്രീം, ഐ ലൈക്ക് ട്രീ, ഐ ലൈക്ക് മാംഗോ എന്നൊക്കെ പറഞ്ഞാല് അതെന്താണ്? ട്രാൻസിറ്റീവ് വെർബ് ആണ്, ഒബ്ജക്റ്റ് ഇല്ല. ഓക്കെ, ഒരു സെന്റൻസ് കണ്ടാൽ അതിൽ ഒബ്ജക്റ്റ് ആയിട്ട് എന്ത് വന്നാലും അതെന്താണ്? ട്രാൻസിറ്റീവ് വെർബ് ആണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, ക്ലിയർ ആയി നമ്മൾ വിചാരിക്കുന്നു. ക്ലിയർ ആയില്ല എല്ലാവർക്കും? അടുത്തത് ഇൻട്രാൻസിറ്റീവ് വെർബ്. ഇൻട്രാൻസിറ്റീവ് വെർബിന് എക്സാമ്പിൾ എഴുതാം. ഡസ് നോട്ട്, ഇത് ഇവിടെ ഒബ്ജക്ട് ഉണ്ടാവില്ല. ഓക്കെ, ഡസ് നോട്ട് ടേക്സ് ഒബ്ജക്ട്. ഇൻട്രാൻസിറ്റീവ് വെർബ് ഡസ് നോട്ട് ടേക്ക് ഒബ്ജക്ട്. ദർ ഇസ് നോ ഒബ്ജക്ട്. ഓക്കെ, എക്സാമ്പിൾ എഴുതിക്കോളൂ. The old man laughed loudly. The old man laughed. ചിരിക്കുക. LAUGHED. LAUGHED. Laughed loudly. ഉച്ചത്തിൽ ചിരിക്കുക. Laughed loudly. The old man laughed loudly. ഇവിടെ ഒബ്ജക്റ്റ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഒബ്ജക്റ്റ് ഉണ്ടോ? ഇല്ല. No, ma'am. സബ്ജക്റ്റ് ഉണ്ട്, വേർബ് ഉണ്ട്, പിന്നെ എന്തുണ്ട്? ലൗഡ്ലി എന്ന് പറയുന്നത് എന്താണ്? അറിയില്ല അല്ലെ? അത് ആഡ്വേർബ് ആണ്. ഓക്കെ, നമുക്കത് പഠിക്കാം. അപ്പൊ ഇവിടെ ഈ സെന്റൻസിൽ നോക്കാം, ഇവിടെ ഒബ്ജക്റ്റ് ഇല്ല അല്ലെ? ഓക്കെ, അടുത്തത് ഐ വാസ് സ്ലീപ്പിംഗ്. ഇവിടെ ഐ എന്ന് പറയുന്ന സബ്ജക്ട്, വാസ് എന്ന് പറയുന്നത് എന്താണ്? ഓക്സിലറി വെർബ് ആണ് അല്ലെ? ഓക്സിലറി വെർബ് ആണ്. സ്ലീപ്പിംഗ് എന്ന് പറയുന്നത് ഒരു വെർബ് ആണ് അല്ലെ? മെയിൻ വെർബ് ആണ്. ഓക്കെ, അപ്പോ ഐ വാസ് സ്ലീപ്പിംഗ്. ഇവിടെ ഈ സെന്റൻസിൽ there is no object. Okay, so that's called intransitive verb എന്ന് പറയാം. I was sleeping. And next one, his father arrived last night. His father arrived last night. അവന്റെ അച്ഛൻ ഇന്നലെ രാത്രി വന്നു അല്ലെ? His father arrived last night. എങ്ങനെ വന്നു, എന്തിനു വന്നു എന്നൊന്നും പറഞ്ഞിട്ടില്ല അല്ലെ? arrived. അപ്പൊ വന്നു എന്നേ പറഞ്ഞോളൂ. എങ്ങനെ വന്നു എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഒബ്ജക്റ്റ് വരും അല്ലെ? ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ്? ഒബ്ജക്റ്റ് ഇല്ല. His father arrived last night. എഴുതിയില്ല എല്ലാവരും? എഴുതിയില്ലേ? Yes, ma'am. Yes, ma'am. ഓക്കെ, the little boy slept all day. The little boy slept. ഉറങ്ങുക. Slept, ഉറങ്ങി. The little boy slept all day. The little boy slept all day. ഇവിടെ ആക്ഷൻ ഉണ്ടോ? No, ma'am. സോറി, ഒബ്ജക്റ്റ് ഉണ്ടോ? ഇല്ല, ഒബ്ജക്റ്റ് ഇല്ല. ഒബ്ജക്റ്റ് ഇല്ല. കുട്ടി ദിവസം മുഴുവനും ഉറങ്ങി എന്നാണ് പറയുന്നത് അല്ലെ? അവിടെ there is no object because it's an intransitive verb ആണ്. ഓക്കെ, അപ്പൊ മനസ്സിലായോ? intransitive verb മനസ്സിലായില്ലേ? Yes, ma'am, clear ആയി. ക്ലിയർ? എല്ലാവർക്കും ക്ലിയർ ആയോ? ഇനി എക്സാമ്പിൾ വേണോ? എക്സാമ്പിൾ വേണോ? ഇനി പറയൂ. No, ma'am. No. Yeah, clear. അടുത്തത് ഓക്സിലറി വേർബ്. നോക്കിയേ, ഓക്സിലറി വേർബ് എന്താണ്? ഓക്സിലറി വേർബ് എന്ന് പറയുന്നത്
ഹെൽപ്പിംഗ് വേർബ് എന്നാണ് അല്ലെ. ഓക്സിലറി വേർബ് എന്ന് പറയാം, എന്താ ഹെൽപ്പിംഗ് വേർബ് എന്ന് പറയാം അല്ലെ. ഒരു സെന്റൻസിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ് എന്ത് ഹെൽപ്പിംഗ് വേർബ് എന്ന് പറയുന്നത് അല്ലെ. സോറി, വെർബിനെ ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ പ്രൈമറി ഹെൽപ്പിംഗ് വേർബ് ഉണ്ട്, മോഡൽ ഹെൽപ്പിംഗ് വേർബ് ഉണ്ട് അല്ലെ. പ്രൈമറി വേർബ് ആണ്, മോഡൽ വേർബ്. ഓക്കെ, ഇവിടെ നോക്കിയേ ബി ഈസ് ആൻഡ് വാസ് വെയർ. ഡു ആണെങ്കിൽ ഡിഡ് ഡസ്, ഹാവ് ഹാസ് ഹാഡ്. മോഡൽ വെർബോ ക്യാൻ കുഡ് വില്ല് വുഡ് ഷാൾ ഷുഡ് മസ്റ്റ്, ഇതൊക്കെയാണ് മോഡൽ വെർബ് എന്ന് പറയാം അല്ലെ. ഇതൊക്കെ നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു ക്ലാസ്സിൽ പഠിക്കാം. നമുക്ക് ടെൻസ് ഒക്കെ പഠിക്കുമ്പോൾ ഇത് അത്യാവശ്യമാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമ്മളിപ്പോ പഠിക്കുന്നില്ല. ക്ലിയർ? അപ്പോ വേർബിന്റെ ഇതെല്ലാം ഇത്രയും മനസ്സിലായില്ലേ? അപ്പൊ ഒരാള് പറഞ്ഞേ എന്താണ് വേർബ്, എന്താണ് വേർബിന്റെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വേർബ് ഏതൊക്കെയാണ്, അതിന്റെ എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? എനിവൺ ടു എക്സ്പ്ലെയിൻ? വെർബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രവൃത്തി അല്ലെങ്കിൽ ഒരു ആക്ഷനെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ആക്ഷനെ സൂചിപ്പിക്കാനല്ല, വേർബ് എന്ന് പറയുന്നത് ഒരു ക്രിയയാണെന്ന് പറയാം ഫസ്റ്റ്. വേർബ് എന്താണെന്ന് പറയുമ്പോൾ അങ്ങനെ പറയാം. ആക്ഷനെ സൂചിപ്പിക്കുന്നതാണ് ആക്ഷൻ വേർബ് എന്ന് പറയാം. സ്റ്റേറ്റ് ഓഫ് ബീയിങ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് വേർബ് ആണെന്ന് പറയാം. ഓക്കെ, പറയൂ. ഇനി ആദ്യം മുതൽ പറയും. പറയൂ, പറഞ്ഞോളൂ. വെർബ് എന്ന് പറയുമ്പം ഒരു പ്രവൃത്തി അല്ലെ ഒരു ക്രിയയാണ് അല്ലേ. യാ, പറഞ്ഞോളൂ. അത് രണ്ട് തരമുണ്ട്, ആക്ഷൻ വെർബും ഉണ്ട്, സ്റ്റേറ്റ് വെർബും ഉണ്ട്. ആക്ഷൻ വെർബിന് എക്സാമ്പിൾ ആണ് ഡാൻസ്, വാക്കിംഗ്, ജമ്പിങ് എക്സെട്ര. പിന്നെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുമ്പം അതില് ഫീലിങ്സ് അതുപോലെ സിറ്റുവേഷൻസ് ഒക്കെയാണ് വരുന്നത്. എക്സാമ്പിൾ പറയണമേ. ആക്ഷൻ വെർബിന് ഒരു എക്സാമ്പിൾ ആണ് ഹി വാച്ച്ഡ് ദ ഫുട്ബോൾ ഗെയിം. അതില് ആക്ഷൻ വെർബ് എന്ന് പറയുമ്പോൾ വാച്ച് ചെയ്യുക എന്നുള്ളത്. പിന്നെ സ്റ്റേറ്റ് വെർബിന് ഒരു എക്സാമ്പിൾ ആണ് ഐ ഹാവ് എ ന്യൂ ഫോൺ എന്നുള്ളത്. പിന്നെ ട്രാൻസിറ്റീവ് വെർബ്, അതൊരു സെന്റൻസിൽ ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അതിനെ ട്രാൻസിറ്റീവ് വെർബ് എന്ന് പറയുന്നു. അതിന് എക്സാമ്പിൾ ആണ് ഐ വാസ് സ്ലീപ്പിംഗ്. അല്ല സോറി, ഐ ക്ലോസ്ഡ് ഡോർ എന്ന് പറയുന്നത്. ഐ ക്ലോസ്ഡ് ഡോർ ഒരു ട്രാൻസിറ്റീവ് വെർബിന് എക്സാമ്പിൾ ആണ്. അതിൽ ഡോർ എന്ന് പറയുന്നതാണ് ഒബ്ജക്റ്റ് വരുന്നത്. നെക്സ്റ്റ് ട്രാൻസിറ്റീവ് വെർബ്, ഒരു സെന്റൻസിന്റെ കൂടെ ഒബ്ജക്റ്റ് ഒന്നും ഇല്ലെങ്കിൽ അത് ട്രാൻസിറ്റീവ് വെർബ് ആണ്. എക്സാമ്പിൾ ആണ് ഐ വാസ് സ്ലീപ്പിംഗ് എന്നുള്ളത്. Okay. Can you say this in English? പറയാൻ പറ്റുമോ? ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. Try it. അഞ്ജു അല്ലേ ഇത്ര നേരം പറഞ്ഞേ? അഞ്ജു ഒന്ന് ഇംഗ്ലീഷ് പറയാൻ നോക്കിയേ. മിസ്റ്റേക്ക് വരും, കുഴപ്പമില്ല, പറയൂ. ഒരു കാര്യം ചെയ്യൂ, എല്ലാവർക്കും ഇതെന്താണ് മനസ്സിലായത്? ഇപ്പൊ അഞ്ജു പറഞ്ഞില്ലേ ഷോർട്ടാക്കി, അതേപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും മലയാളത്തിൽ പറയാൻ പറ്റുന്നില്ലേ? ഷോർട്ടാക്കി പറയാൻ പറ്റുന്നില്ലേ? അതെല്ലാവരും ഇംഗ്ലീഷിൽ ഒന്ന് എഴുതിയേ. കയ്യിൽ നോട്ട് ഉണ്ടല്ലോ, ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 2 മിനിറ്റോ സമയം തരാം. ഒന്ന് എല്ലാവരും എഴുതിയേ. എന്താണ് വേർബ്, എന്താണ് നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ എഴുതുക. എന്നിട്ടൊന്ന് പറഞ്ഞേ. എന്നിട്ട് എഴുതിയത് മാത്രം പറയണം എന്നോട്. ഓക്കെ, പറയൂ ആരെങ്കിലും. ഒന്ന് റൈറ്റ് ചെയ്തിട്ട് പറയാം. എന്തോ? ഒന്ന് റൈറ്റ് ചെയ്തിട്ട് പറയാം. ഓക്കെ. എല്ലാവരും എഴുതിക്കോളൂ. ഷോർട്ട് നോട്ട് ആയിട്ട് എഴുതാം ഇംഗ്ലീഷില്.
എല്ലാവരും എഴുതണേ. നെറ്റ് കട്ടായോണ്ട് കേട്ടിട്ടില്ല. എന്ത് എഴുതാനാ പറഞ്ഞത്? ഇപ്പൊ നമ്മൾ ഇന്ന് ക്ലാസ്സിൽ നോക്കിയില്ലേ, വേർബ് എന്താണ്, ആഡ്വേർബ്, ആക്ഷൻ വേർബ് എന്താണ്, അതൊക്കെ കേട്ടിരുന്നില്ലേ ക്ലാസ്സിൽ? കേട്ടില്ലേ? അതെല്ലാം കേട്ട്. ലാസ്റ്റ് പറഞ്ഞത് എന്താന്ന് മനസ്സിലായി. കേട്ടു. അപ്പോ ഇതിന്റെ ഷോർട്ട് നോട്ട് എഴുതാം. എന്താണ് താങ്കൾക്ക് എന്താണ് മനസ്സിലായെന്ന് വെച്ചാല്, നമ്മളിത് മലയാളത്തിൽ ഷോർട്ട് നോട്ടെങ്കിൽ പറയില്ലേ, അതേപോലെ തന്നെ അത് ഇംഗ്ലീഷിൽ ഷോർട്ട് നോട്ട് ആക്കാം. ഓക്കെ, എന്താണോ മനസ്സിലായത് അത് ഇംഗ്ലീഷിൽ ഷോർട്ട് നോട്ട് ആക്കിയിട്ട് എന്നോട് പറയാം. ഓക്കെ, കഴിഞ്ഞവരുണ്ടെങ്കിൽ ഒന്ന് പറയണേ. കഴിഞ്ഞു ആരെങ്കിലും? കഴിഞ്ഞു ആരുടെങ്കിലും? മാം കഴിഞ്ഞു, ശരിയാണെന്ന് അറിയത്തില്ല, പറയാം. ഓക്കെ, പറയൂ. Verb. It is a word used to express an action. There are two types, action verb and state verb. പറയൂ, പറഞ്ഞോളൂ. He watched the football game is example of action verb. I have a new phone is example for state verb. Transitive verb. The sentence contain object that is called a transitive verb. Example of close the door object. Example of I closed the door. I'll object door. The sentence do not contain object that is called intransitive verb. Example, I was sleeping. ഓക്കെ, അതിലെന്തെങ്കിലും മിസ്റ്റേക്ക് കണ്ടുപിടിച്ചോ? You find any mistakes? What you write? Mistakes ഉണ്ടോ? ഉണ്ടോ ഇല്ലയോ എന്ന് സ്വയം വിലയിരുത്തുക. ഓക്കെ,
Okay, ma'am. ഓക്കെ, സ്വയം Okay, ma'am. നോക്കി അതിൽ മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യുക. മിസ് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അത് ഈ മെയിൻ വെർബ് ആണോ നമ്മള് ട്രാൻസിറ്റീവ് വെർബും ഇൻട്രാൻസിറ്റീവ് വെർബും വരുന്നത്? മെയിൻ വെർബിലാ വരുന്നത്. അതെ, അതാണ് ആ മെയിൻ വെർബിന്റെ അടിയിൽ ട്രാൻസിറ്റീവ് വെർബ് ഇൻട്രാൻസിറ്റീവ് വെർബ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, മെയിൻ വെർബിലാണ് ട്രാൻസിറ്റീവ് വെർബ് ഇൻട്രാൻസിറ്റീവ് വെർബ് വരെ. ഈ നോട്ട് കിട്ടുമ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാവും. ക്ലിയർ ആയില്ലേ? അപ്പോ ഇനി അടുത്തതാരാ പറയൂ? ആരെങ്കിലും എഴുതി കഴിഞ്ഞോ? 65 സ്റ്റുഡൻസ് ഉണ്ട്. ഒരാള് മാത്രമേ എന്നോട് പറഞ്ഞുള്ളൂ. ബാക്കി ആരും എന്താ പറയാത്തെ? പറയൂ. ഞാൻ നിങ്ങളോടൊന്നും പറയില്ല, തെറ്റുണ്ടെന്നോ ഒന്നും പറയില്ല. നിങ്ങൾ പറയൂ, എന്താണ് നിങ്ങൾ എഴുതിയെന്ന് വെച്ചാൽ അതിനോട് വായിച്ചു കേൾപ്പിക്കുക. ഞാൻ ജസ്റ്റ് ഒരു ഷോർട്ട് നോട്ട് പോലെ എഴുതിയേക്കുന്നേ. ഓക്കെ, ജസ്റ്റ് ഒരു ഇതുപോലെ എഴുതിയിട്ടുള്ളൂ കേട്ടോ, അത് പറയാം. Verb means doing or being something is called verb. It has different types: action verb, state verb, transitive verb, intransitive verb. First one, action verb. It has an action in there. Example: I am running. Next one, state verb. State verb, it has a feeling or statement like that. Example: I don't believe you. yeah. Next one is transitive verb. It has an object in there. Okay. I made a cake. It was example. And intransitive verb, it does not contain any object in there. I was sleeping. Example. Yeah, okay, clear. ഓക്കെ, മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് സ്വന്തമായിട്ട് നോക്കുക, ക്ലിയർ ചെയ്യുക, അതിലൂടെ പഠിക്കുക. ഓക്കെ, മിസ്റ്റേക്സ് ക്ലിയർ ചെയ്യും തോറും നിങ്ങൾ പഠിച്ചുകൊണ്ടേ ഇരിക്കുള്ളൂ. അല്ലാതെ ഇപ്പോ ഞാൻ നിങ്ങൾ പറയുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ, ഞാൻ ഇപ്പൊ അത് ക്ലിയർ ചെയ്ത് തന്നാലും നിങ്ങളത് വിട്ടുപോകും. ഓക്കെ, കാരണം ക്ലിയർ ചെയ്യാൻ ഒരാളുണ്ട് അല്ലെ. അപ്പൊ നിങ്ങൾ എന്താ സ്വയം നിങ്ങൾ എന്താ എഴുതിയെന്ന് വെച്ചാൽ അത് നോക്കുക. അതിന് മിസ്റ്റേക്സ് ഉണ്ടോ എന്ന് നിങ്ങൾ തന്നെ സ്വന്തം നോക്കിയിട്ട് മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും ക്ലിയർ ചെയ്യാം. എന്തെങ്കിലും ആഡ് ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. ഓക്കെ, എന്നാൽ മാത്രമേ നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കുള്ളൂ. അല്ലാതെ ഞാൻ ഇവിടെ വന്നിരുന്ന് ഫുൾ ഇംഗ്ലീഷ് സംസാരിച്ച് അല്ലെ, ഇംഗ്ലീഷ് സംസാരിച്ച് നിങ്ങൾ പറയുന്നത് തെറ്റാണ്, അവിടെ ഇതല്ല അതാണ് ആഡ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാല് നിങ്ങളപ്പോ ഈ ക്ലാസ്സിൽ അത് ക്ലിയർ ചെയ്യും. പക്ഷെ നാളെ നിങ്ങൾക്ക് ആരോടെങ്കിലും നിങ്ങൾ ഇതിൽ പറയുമ്പോ അയാള് നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരുമോ? ഇല്ല അല്ലെ. നിങ്ങൾ എന്താണ് പറഞ്ഞതെന്ന് വെച്ചാല് നിങ്ങൾ തന്നെ സ്വയം ക്ലിയർ ചെയ്യണം. അതിന് മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ മനസ്സിലാക്കുക. ഓക്കെ, അത് അപ്പൊ തന്നെ അത് മിസ്റ്റേക്ക് ആണ്, ശരി, അപ്പൊ അവിടെ ആഡ് ചെയ്യാം. അതിങ്ങനെയല്ല, അതങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് അല്ലെ. അപ്പൊ നിങ്ങൾ പഠിക്കുകയല്ലേ ചെയ്യാം. ഓരോ മിസ്റ്റേക്സിലൂടെ നിങ്ങളാ സ്വന്തമായിട്ട് പഠിക്കുക. ശരിയാണോ? അപ്പൊ അതേപോലെ ഓക്കെ, രണ്ടുപേരെ എന്നോട് പറഞ്ഞോളൂ, ബാക്കി ആരും എന്ത് എഴുതിയിട്ടില്ലേ? ഞാൻ പറഞ്ഞില്ലേ ഞാൻ തെറ്റാണെന്ന ഒന്നും ഞാൻ പറയില്ല. ഓക്കെ, നിങ്ങൾ വായിക്കുക, നിങ്ങൾ എന്താണ് എഴുതിയത് വായിക്കുക. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഇംഗ്ലീഷ് പഠിക്കാൻ വന്നവരാണ്, ആർക്കും ഇംഗ്ലീഷ് അറിയില്ല. ഓക്കെ, ഇംഗ്ലീഷ് സംസാരിക്കാനോ അത്രയും ആർക്കും കോൺഫിഡൻസ് ഒന്നുമില്ല. നിങ്ങളെ പോലെ തന്നെയാണ് എല്ലാവരും. അതുകൊണ്ട് ഓരോരുത്തരും വായിക്കൂ, എന്താണ് എഴുതിയെന്ന് വെച്ചാൽ വായിക്കൂ. എഴുതിയിട്ടില്ലെങ്കിൽ എഴുതിയില്ല എന്ന് പറയാം. പറയൂ, ഞാനൊന്നും പറയില്ല, ഞാനൊന്നും ഇപ്പൊ നിങ്ങളെ ചീത്ത പറയാനോ ഒന്നിനും വന്നിരിക്കുന്നതല്ല. ഓക്കെ, പറയൂ, അടുത്ത ആരും എഴുതിയിട്ടുണ്ടോ? ഇനി വേറെ ആരെങ്കിലും? വിഷ്ണുപ്രിയ എഴുതിയോ? വിഷ്ണുപ്രിയ, can you hear me? Yes, miss. Yeah. Correct. എന്താണ് എഴുതിയത്? വായിക്കൂ. Verb is word express action. Verb are classified two type: action verb and state verb. A sentence which express action. Example: dancing, sleeping, running. State verb is statement. എഴുതിയുള്ളൂ മിസ്, എത്ര എഴുതിയുള്ളൂ.
അത്ര എഴുതിയില്ലേ? ഓക്കെ, സ്വന്തമായിട്ട് എഴുതിയതല്ലേ, ആരും പറഞ്ഞൊന്നുമല്ലല്ലോ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അപ്പൊ നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ കുറച്ചെങ്കിലും ഒരു വിശ്വാസം വന്നില്ലെങ്കിൽ കുറച്ചെങ്കിലും ഇംഗ്ലീഷ് എഴുതാൻ അറിയാം അല്ലേ? നമുക്ക് ഓരോ ക്ലാസ്സിലും അതേപോലെ പഠിച്ച് നിങ്ങൾക്ക് എന്താ കോഴ്സ് കഴിയുമ്പോഴൊക്കെ നിങ്ങൾക്ക് കുറച്ചെങ്കിലും എഴുതാൻ കിട്ടും, കുറച്ചെങ്കിലും സംസാരിക്കാൻ പറ്റും, കുറച്ചെങ്കിലും കോൺഫിഡൻസ് കിട്ടും. ഓക്കെ, നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കുക, നിങ്ങൾ സംസാരിക്കാൻ വേണ്ടിയാണ് ഇംഗ്ലീഷ് കോഴ്സ് അല്ലെ, ഇംഗ്ലീഷ് ക്ലാസ് ഉള്ളത് അല്ലെ. കമ്മ്യൂണിക്കേഷൻ ഏറ്റവും ഇമ്പോർട്ടന്റ്. അത് നിങ്ങൾ സംസാരിച്ചാലേ വരുള്ളൂ. ഞാൻ പറയുന്നത് കേട്ടിരുന്നാൽ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമോ? ഞാൻ ഇവിടെ ഇരുന്ന് ഫുൾ ഡേ ക്ലാസ്സിൽ ഇംഗ്ലീഷ് മാത്രമേ സംസാരിക്കുള്ളൂ. എന്റെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇമ്പ്രൂവ് ആകും അല്ലേ? അല്ലാതെ നിങ്ങളുടെ ആരെങ്കിലും ഇമ്പ്രൂവ് ആകുമോ? നിങ്ങൾ സംസാരിക്കണം. നിങ്ങൾ സംസാരിക്കണം, അല്ലാണ്ട് ഞാൻ സംസാരിച്ചിട്ട് കാര്യമില്ല. ഓക്കെ, ഇനിയുള്ളതെല്ലാം നമ്മോട് സ്റ്റുഡന്റ് സെന്റേർഡ് ആണ് അല്ലെ? എഡ്യൂക്കേഷൻ സ്റ്റുഡന്റ് സെന്റേർഡ് ആണ്, ടീച്ചർ സെന്റേർഡ് അല്ല. ടീച്ചർ എന്ന് പറയുന്നത് ഒരു പഠിപ്പിക്കുന്ന ഒരു വ്യക്തി മാത്രം, ബാക്കി എല്ലാം ചെയ്യേണ്ടത് നിങ്ങളാണ്, പഠിക്കേണ്ടത് നിങ്ങളാണ്, അങ്ങനെ സംസാരിക്കണം തീരുമാനിക്കേണ്ടത് നിങ്ങളാണ് അല്ലെ? എല്ലാം നിങ്ങൾ ചെയ്യാം. ഇനി അടുത്ത ആരാ വായിക്കാം? വായിക്കൂ. സിബിത. ഓക്കെ, വായിക്കൂ. ഇന്ദു വായിക്കൂ. Verb is an action. Two types of verb, action and state of being. In action verb, there is a action. In state verb, express some feeling or situations. Action verb in example, he is dancing, he is eating lunch, he is teaching. State verb in example, Ram is a boy, he is hungry, the sun shines brightly. In translate verb, there is an object. In intransitive verb, there is no object. Example for intransitive verb, the dog barks aloud, I was sleeping. Example for transitive verb, I closed the door, I forgot my book. Clear. Okay. Next one. ആരാ ഇനി? മിസ്സേ ഞാൻ വായിക്കട്ടെ? ഓക്കെ, വായിക്കൂ. Verb is a action, express the action. For example, walk, run, playing, etc. There are two types, action and state verb. Action means example of action verb is she is dancing, she is eating lunch, he is teaching the student. Second one is state verb. It means the feeling, situation and thoughts. I have a new phone. For example of state verb is I have a new phone. I am feeling happy. That is the example of state verb. Main verb and main verb are two types, transitive verb and intransitive verb. Transitive verb means it take a object. Example of transitive verb, I closed the door, I forgot my book. Intransitive verb does not take an object. Example, the old man laughed loudly. That's clear. Okay. ഇപ്പൊ എല്ലാവരും ഇപ്പൊ എഴുതി കഴിഞ്ഞോന്ന് ചോദിക്കും. ആരെങ്കിലും ഇപ്പൊ ഇതുപോലെ എത്ര പേരിപ്പോ ഞാൻ വായിക്കാം മിസ് എന്ന് പറഞ്ഞു വന്നു അല്ലെ? അതേപോലെ വരിക. ഞാൻ പറഞ്ഞു പേടിക്കേണ്ട, ഞാൻ നിങ്ങൾ കളിയാക്കിയൊന്നുമില്ല. നിങ്ങളിപ്പോ പൊട്ടക്കറ്റ് പറഞ്ഞാൽ ഞാൻ കളിയാക്കില്ല. കാരണം നിങ്ങളെ ഇതൊരു ജസ്റ്റ് ഒരു ബിഗിനിങ് ആണ് അല്ലെ? അപ്പൊ ഞാനും പഠിച്ചത് ഇംഗ്ലീഷ് തെറ്റുകൾ പറഞ്ഞു തന്നെയാണ് അല്ലെ? ആരും പെർഫെക്റ്റ് ആയിട്ട് ആരും ജനിച്ചു വീഴുന്നില്ല. ആണോ? ഒരു കുഞ്ഞ് ജനിച്ചു വീഴുമ്പോൾ എങ്ങനെയാ? ഫസ്റ്റ് തന്നെ നടന്നു പോവുകയാണ് ചെയ്യാ? ഇല്ല അല്ലെ? എത്ര പ്രാവശ്യം വീഴും അല്ലെ? വീണാ പഠിക്കുക. അതേപോലെ തന്നെയാണ് നമ്മൾ ഏത് ലാംഗ്വേജ് പഠിക്കുമ്പോഴും. നമ്മൾ ചെറുപ്പത്തിൽ മലയാളം പഠിച്ചത് എങ്ങനെയാ? പൊട്ടത്തിട്ടായിരിക്കും പറഞ്ഞത് അല്ലെ? ഇപ്പൊ നമ്മുടെ മക്കളുണ്ടെങ്കിൽ മക്കൾ പറയുന്ന എല്ലാം മലയാളം കറക്റ്റ് ആണോ? ഇല്ല. നമ്മൾ കളിയാക്കോ? കളിയാക്കാറുണ്ടോ നമ്മളങ്ങനെ? ഇല്ല അല്ലേ? അപ്പൊ അതേപോലെയാണ് ഇംഗ്ലീഷ്. ഞാൻ കളിയാക്കില്ല. അപ്പൊ നിങ്ങൾ സംസാരിക്കുക. നിങ്ങൾക്ക് സംസാരിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം മാത്രമാണ് ഈ ഇംഗ്ലീഷ് ക്ലാസ്. ഓക്കെ? ഓക്കെ മാം, ഐ വിൽ ട്രൈ. ഓക്കെ, ക്ലാസ് എങ്ങനെയുണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടു മാം. ഇഷ്ടപ്പെട്ടു. നല്ല ക്ലാസ്സാണ്. നല്ല ക്ലാസ്. എല്ലാം ക്ലിയർ ആയി മനസ്സിലായി പോകുന്നുണ്ട്. എന്തോ
ഒരു കോൺഫിഡൻസ് ഇപ്പൊ എല്ലാം നല്ല ക്ലിയർ ആയി വരുന്നുണ്ട്. അപ്പൊ ഒരു കോൺഫിഡൻസ് തോന്നിട്ടുണ്ട്. നിങ്ങൾ സംസാരിച്ചാലേ നിങ്ങൾക്ക് കോൺഫിഡൻസ് കിട്ടുള്ളൂ. അല്ലാതെ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇവിടെ ഇംഗ്ലീഷ് സംസാരിച്ചാൽ എനിക്ക് കോൺഫിഡൻസ് കിട്ടും. എനിക്ക് കൂടെ ഉള്ളൂ. ഇത്രയും പേരുടെ മുമ്പിൽ ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കുന്നു. ഓക്കെ, എനിക്ക് എക്സ്ട്രാ കോൺഫിഡൻസ് ആണ് അല്ലേ? പക്ഷെ നിങ്ങൾ സംസാരിക്കണം. നിങ്ങൾ ഓരോരുത്തരും ഇപ്പോ എത്ര 60 സ്റ്റുഡൻസ് ഉണ്ട് ഇപ്പൊ നിലവില്. കുറച്ച് 1 or 2 ഇത്ര പേര് സംസാരിച്ചോളൂ, 4 പേരോ ഇത്രയും പേരെ സംസാരിച്ചോളൂ. ബാക്കി എത്ര സ്റ്റുഡൻസ് ഉണ്ട്? ആരും വേണ്ടിയില്ല അല്ലെ? അവര് തന്നെ സംസാരിക്കാൻ ശ്രമിക്കുക. സംസാരിച്ചാൽ മാത്രമേ നിങ്ങൾക്കുള്ള എന്താ നിനക്ക് സ്വന്തമായിട്ട് ധൈര്യം വരുള്ളൂ അല്ലെ? ആരുടെങ്കിലും മുന്നിൽ പോയി സംസാരിക്കണ്ടേ? അതിന് സ്വന്തമായിട്ട് ധൈര്യം വേണം. ഓക്കെ, ഓൺലൈനിൽ പോലും സംസാരിക്കാൻ പറ്റാത്ത എന്തോ ഒരു സംശയം ഉണ്ടായിരുന്നു മിസ്. ഇൻട്രാൻസിറ്റീവ് വേർബ്സിൽ ലാസ്റ്റത്തെ എക്സാമ്പിൾ പറഞ്ഞത് ദ ലിറ്റിൽ ബോയ് സ്ലെപ്റ്റ് ഓൾ ഡേ എന്നാണ് പറഞ്ഞത്. അപ്പോ ഒരു ദിവസം മുഴുവൻ ഉറങ്ങിയെന്നാണോ അല്ലെങ്കിൽ എല്ലാ ദിവസവും ഉറങ്ങിയെന്നാണോ ഉദ്ദേശിച്ചത്? ദിവസം മുഴുവൻ ഉറങ്ങി. അപ്പോ ALL അല്ലല്ലോ സ്പെല്ലിങ്, WHOLE അല്ലേ? WHOLE ഹോൾ ഡേ എന്നല്ലേ ഉദ്ദേശിച്ചത്? ഓ അങ്ങനെ. ഓക്കെ, മിസ്റ്റേക്ക് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ തന്നെ ക്ലിയർ ആയ. ഓക്കെ, ക്ലിയർ ചെയ്തോളില്ലേ? ആരാ ചോദിച്ചതിനോട് ഇപ്പോ അത്? ഇന്ദു. ഇന്ദു. ആ സെന്റൻസിൽ എന്താണ് മിസ്റ്റേക്ക്, എന്തൊക്കെയാണ് ആഡ് ചെയ്യേണ്ടത്, ക്ലിയർ ചെയ്തോളൂ. ഓക്കെ, നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഗൂഗിൾ ഉണ്ട് അല്ലെ? എല്ലാവരുടെ കയ്യിലും ഗൂഗിളിൽ ഉണ്ടാവുമല്ലോ. സ്വന്തമായിട്ട് നോക്കുക, പഠിക്കുക. ഓക്കെ, ഓക്കെ, എന്റേതായ രീതിയിൽ താങ്ക് യു. ക്ലിയർ ക്ലിയർ അല്ലേ? ഓക്കെ, ക്ലിയർ ആയി മാം. താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ. Thank you, ma'am. താങ്ക് യു മാം.